മൂലസ്ഥാനത്ത് നിന്ന് ലഭിച്ചവന് പേര് ബർമെ. കാന്താര ദി ലെജൻഡ് ചാപ്റ്റർ 1 ഋഷഭ് ഷെട്ടിയുടെ ക്യാരക്ടറിൻ്റെ പേര് ബർമെ എന്നാണ്. ആ പേരിടുമ്പോൾ വൈദി പറയുന്നത് മൂലസ്ഥാനത്ത് നിന്ന് ലഭിച്ചവന് പേര് ബർമെ എന്നാണ്. ആരാണ് ഈ ബർമെ? തുളുനാടിൻ്റെ വായ്പാട്ടുകളിൽ നിറഞ്ഞു നിന്നിരുന്ന പഞ്ചുരുളിയുടെയും ഗുളികൻ്റെയും ദൈവഗണങ്ങളുടെയും ഐതിഹ്യങ്ങളിൽ എവിടെയാണ് ബർമെ? നമുക്കതൊന്ന് നോക്കാം. തുളുനാടിൻ്റെ ചരിത്രം ഒരേ സമയം പൗരാണികമായതും എന്നാൽ യഥാർത്ഥ ഭൂമിശാസ്ത്രം ഉൾക്കൊള്ളുന്നതുമാണ്. നമ്മുടെ കേരളം പോലെ തന്നെ പടിഞ്ഞാറ് അറബിക്കടലിനും കിഴക്ക് പശ്ചിമഘട്ടത്തിനും ഇടയിൽ ഇന്ത്യയുടെ സൗത്ത് വെസ്റ്റേൺ തീരപ്രദേശമായ കേരളം എന്ന് ഭൂമിശാസ്ത്രപരമായി പറയുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഹിന്ദു ഐതിഹ്യത്തിലെ ത്രിമൂർത്തികളിൽ ഒരാളായ മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടായതെന്ന പൗരാണികമായ ചരിത്രവും. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ദക്ഷിണ കർണാടകയുടെ ഭൂരിഭാഗം ഉൾപ്പെടുന്ന വളരെ കുറച്ച് വടക്കൻ കേരളവും, അതായത് കാസർഗോഡിൻ്റെ കുറച്ച് ഭാഗവും ഉൾപ്പെടുന്ന പ്രദേശമാണ് ഇന്നത്തെ തുളുനാട്. തുളുവിൻ്റെ വാമൊഴി പാരമ്പര്യത്തിൽ പറയപ്പെടുന്നത് പ്രപഞ്ച ഉൽപ്പത്തിയിൽ തന്നെ ബർമരാൽ രൂപീകരിക്കപ്പെട്ട നാടാണ് തുളുനാട് എന്നാണ്. അതായത് തുളുനാടിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ബർമരിൽ നിന്നാണ്. ബർമെ എന്ന തുളു പേരിന് ബഹുമാന സൂചകമായി ചേർത്ത് വിളിക്കുന്നതാണ് ബർമർ എന്നത്. മറ്റു ഭാഷകളിൽ ഇതിന് സമാനമായ വാക്കുകളുണ്ട്. കന്നഡയിൽ ഗുരു എന്ന വാക്കിന് ബഹുമാന സൂചകമായി ഗുരുകളു എന്നും, തമിഴിൽ ആണ്ടവ എന്നതിന് ആണ്ടവർ എന്നും, മലയാളത്തിൽ സ്വാമിയെ സ്വാമികൾ എന്നും, ഹിന്ദിയിൽ ജി ചേർത്ത് മാതാജി എന്ന് വിളിക്കുന്നത് പോലെയൊക്കെ തന്നെയാണിത്. ബർമർ എന്നാൽ ദി റെവേർഡ് ഡിവൈൻ ബർമെ, അതായത് ആദരണീയനായ ദിവ്യ ബർമെ എന്നാണ് അർത്ഥം. റൂട്ട് അഥവാ വേര് എന്നർത്ഥം വരുന്ന ബേരു എന്ന തുളു വാക്കിൽ നിന്നുമാണ് ബർമെ എന്ന പേര് വന്നത്. അതായത് എല്ലാറ്റിനും ഉറവിടമായത് എന്നർത്ഥം. അതുകൊണ്ടാണ് എല്ലാറ്റിനും ഉറവിടമായി കാന്താരയിലെ ജനങ്ങൾ കാണുന്ന മൂലസ്ഥാനമായ കിണറിൽ നിന്നും കിട്ടിയ കുട്ടിക്ക് ബർമെ എന്ന് പേരിട്ടത്. തുളുനാട് പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തിൽ ഉണ്ടായതായിരുന്നെങ്കിലും ബർമറാണ് തുളുനാടിനെ സമൃദ്ധിയിലേക്ക് രൂപപ്പെടുത്തിയതെന്നും തുടർന്ന് സംരക്ഷണത്തിന് പഞ്ചുരുളിയും ഗുളികനും പോലെയുള്ള ദേവഗണങ്ങളെ ഏർപ്പാടാക്കിയതെന്നും കരുതപ്പെടുന്നു. തുളു വിശ്വാസങ്ങൾ അനുസരിച്ച് പരമകാരുണികനായ ദൈവം എന്നത് ബർമറാണ്. എല്ലാ ദൈവങ്ങൾക്കും മുൻപേ ഉണ്ടായിരുന്ന ദൈവമാണ് ബർമർ. കാന്താര സീരീസിലെ കാന്താര എ ലെജൻഡ് എന്ന ആദ്യ ചിത്രം ആരംഭിക്കുന്നത് എല്ലാം നേടിയിട്ടും മനഃശാന്തി കിട്ടാതെ അലഞ്ഞ രാജാവിനെക്കുറിച്ചും അവസാനം അദ്ദേഹം കാട്ടിൽ വനവാസികൾ ആരാധിക്കുന്ന ഒരു കല്ല് കണ്ട് മനഃശാന്തി നേടിയ കഥയോടെയാണ്. ആ കല്ല് പഞ്ചുരുളിയാണെന്ന് പറയുന്നുണ്ട്. കാന്താരയിലെ ആളുകളുടെ ദൈവമായി പഞ്ചുരുളിക്ക് ഒരു രൂപം ഉണ്ടായിരുന്നില്ല. അവർ ആരാധിച്ചിരുന്നത് ഒരു പ്രത്യേകതകളും ഒറ്റ നോട്ടത്തിൽ കാണാത്ത ആ കല്ലിനെയായിരുന്നു. അതിന് കാരണം തുളുനാടിൻ്റെ പ്രാർത്ഥനാ ഗീതങ്ങളിലും വായ്പാട്ടുകളിലെയും ദൈവങ്ങൾക്കും ദേവഗണങ്ങൾക്കും രൂപങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആ രൂപത്തിലുള്ള വിഗ്രഹങ്ങൾ എന്നുള്ള കാഴ്ചപ്പാട് അവർക്കില്ലായിരുന്നു. പഞ്ചുരുളിയെ രാജാവ് അനുവാദത്തോടു കൂടി രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നടക്കുന്ന ഉത്സവങ്ങളിലെ അനുഷ്ഠാന നൃത്തങ്ങളിലാണ് ദൈവ നർത്തകൻ പഞ്ചുരുളിക്ക് വരാഹമൂർത്തിയുടെ, അതായത് കാട്ടുപന്നിയുടെ രൂപത്തിനനുസരിച്ചുള്ള ഹെഡ് പീസ് ധരിക്കാൻ തുടങ്ങിയത്. ഈ മാറ്റം സംഭവിച്ചത് പുറം ലോകവുമായി തുളുനാടിൻ്റെ ആചാരങ്ങൾ ബന്ധപ്പെട്ടതിന് ശേഷമാണ്. എന്നാൽ കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 അവസാനം പഞ്ചുരുളിയും ഗുളികനും ഒന്നിച്ചുള്ള നൃത്തത്തിൽ ദൈവ നർത്തകർ ധരിച്ചിരിക്കുന്നത് പൂക്കൾ കൊണ്ടുള്ള മാലകളും കിരീടവുമാണ്. ചായങ്ങൾ കൊണ്ടും നൃത്തത്തിലെ ശൈലി കൊണ്ടുമാണ് രണ്ടുപേരെയും തിരിച്ചറിയാൻ കഴിയുന്നത്. ആരുടെ തലയിലും വരാഹത്തിൻ്റെയോ മറ്റേതെങ്കിലും ദേവഗണത്തിൻ്റെയോ രൂപത്തിലുള്ള കിരീടങ്ങളില്ലായിരുന്നു. ഇതുപോലെ കാണുമ്പോൾ ഒരു പ്രത്യേകതകളും തോന്നാത്ത ഒരു കല്ലിനെയാണ് തുളുനാടിൻ്റെ ദൈവമായ ബർമറായി ആദ്യകാലങ്ങളിൽ കരുതിയിരുന്നത്. പക്ഷേ അതിലടങ്ങിയിരുന്ന ദൈവ ചൈതന്യം തുളുനാട് വിശ്വാസികൾക്ക് മാത്രമേ അനുഭവിച്ചറിയാൻ കഴിഞ്ഞിരുന്നുള്ളൂ. സിനിമയിൽ വൈദിയുടെ ചെറുപ്പത്തിൽ നീരൊഴുക്കിൽ നിന്നും കിട്ടുന്ന തൃശൂലത്തിൻ്റെ ചിഹ്നമുള്ള കല്ലിനെ കാന്താര വിശ്വാസികൾ കണ്ടിരുന്നത് ബർമറായിട്ടാണ്. വെള്ളത്തിൽ നിന്നും കിട്ടിയ കല്ലിലെ ദൈവചൈതന്യം മനസ്സിലാക്കി അതിനെ തൊഴുത് പ്രാർത്ഥിക്കുമ്പോഴായിരുന്നു രാജാവിൻ്റെ പടയാളികൾ കാന്താര നിവാസികളെ കൊല്ലുന്നതും ബാക്കിയുള്ളവരെ അടിമകളാക്കി പിടിച്ചുകൊണ്ടുപോകുന്നതും വൈദിയെ ഉപേക്ഷിക്കുന്നതും. ശേഷം ദൈവത്തിൻ്റെ പൂന്തോട്ടത്തിലേക്ക് എത്തുന്ന കദംബരെയും പടയാളികളെയും ഗുളികൻ കൊല്ലുന്നു. പഞ്ചുരുളി പ്രത്യക്ഷപ്പെട്ട് ഈ പുണ്യമായ ഭൂമി കൈക്കലാക്കാൻ ആര് വന്നാലും അവരുടെ രക്തം കൊണ്ട് ഇവിടെ ശുദ്ധി ചെയ്യുമെന്നും ഈ കാര്യം എൻ്റെ ശബ്ദം കേൾക്കുന്ന അത്രയും ദിക്കിലെ എല്ലാവരും അറിയണം എന്നും പറഞ്ഞ് അലറുന്നത്. ശേഷം സിനിമയിൽ കാന്താരയിലെ സീനുകളിലൊക്കെ തന്നെയും അവർ ആരാധിക്കുന്ന ദൈവഗണങ്ങൾക്ക് രൂപങ്ങളില്ല, വെറും കല്ല് മാത്രമാണ്. എന്നാൽ കടമ്പരുടെ രാജ്യത്തെ ക്ഷേത്രങ്ങളിലെ ദൈവങ്ങൾക്ക് രൂപമുണ്ട്. പുതിയതായി പ്രതിഷ്ഠിക്കാൻ വേണ്ടി തയ്യാറാക്കുന്നത് പോലും ശിവലിംഗമാണ്. ദൈവങ്ങൾക്ക് രൂപം ഉണ്ടെന്ന് കരുതുന്ന വിശ്വാസികളുടെ,
അതായത് കല്ലിലോ ലോഹങ്ങളിലോ പണിത രൂപങ്ങളാണ് ദൈവങ്ങളെന്ന് കരുതുന്ന വിശ്വാസികളുടെ കടന്നുവരവോടെയാണ് തുളുനാടിൻ്റെ ദൈവമായ ബർമയ്ക്ക് രൂപം ലഭിക്കുന്നത്. കുതിരപ്പുറത്ത് ഒരു കൈയിൽ വാളും മറുകൈയിൽ തൃശൂലവും പിടിച്ചുള്ള രൂപമാണ് ബർമരുടേതായി പിന്നീട് കണക്കാക്കപ്പെട്ടത്. പക്ഷേ തുളുനാടിൻ്റെ വ്യത്യസ്തമായ ആചാരങ്ങളിൽ ബർമർക്കും ഈ രൂപത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഹിന്ദു മതവിശ്വാസികളുടെ ത്രിമൂർത്തികൾക്ക് തുല്യമായ ശക്തിയാണ് ബർമരുടേത്. ബർമരെ പരിഗണിക്കുന്നത് തന്നെ ശിവനും വിഷ്ണുവും ബ്രഹ്മാവും ചേർന്നതായാണ്. തുളുനാട് സൃഷ്ടിച്ച ബർമർ നാടിൻ്റെ സംരക്ഷണത്തിനായി ബർമരുടെ ദേവഗണങ്ങളെ ഏൽപ്പിച്ചു. അതിൽ 2 പേരാണ് പഞ്ചുരുളിയും ഗുളികനും. ഹിന്ദു മതവിശ്വാസികളുടെ ഇടപെടലുകളോടെ ബർമർ ശിവനായി മാറി. പഞ്ചുരുളിയും ഗുളികനും ശിവപാർവതിമാരുടെ ദൈവഗണങ്ങളുമായി. യഥാർത്ഥത്തിൽ പഞ്ചുരുളി എന്ന ശിവഗണം കേരളത്തിൽ ആരാധിക്കപ്പെടുന്നത് വളരെ കുറവാണ്. എന്നാൽ ഗുളികനെ ആരാധിക്കുന്നുമുണ്ട്. തങ്ങളുടെ കൃഷിസ്ഥലവും വിളകളും നശിപ്പിച്ചിരുന്ന കാട്ടുപന്നിയെ ദൈവമായി കണക്കാക്കി ആരാധിച്ചാൽ കൃഷിസ്ഥലങ്ങളും വിളകളും സംരക്ഷിക്കപ്പെടുമെന്നുള്ള വിശ്വാസമാണ് പഞ്ചുരുളി എന്ന ദൈവഗണത്തിൻ്റെ ഐതിഹ്യത്തിൻ്റെ ഉറവിടം. എന്നാൽ ഹിന്ദു മതവിശ്വാസത്തിലേക്ക് ചേർന്നപ്പോൾ പഞ്ചുരുളിക്ക് ഒരുപാട് വ്യത്യസ്ത ഐതിഹ്യങ്ങൾ കൈവന്നു. ശിവപാർവതിമാരുടെ ഉദ്യാനത്തിലെ കുസൃതിയായ പന്നിക്കുട്ടിയായിരുന്ന പഞ്ചുരുളിയെ ഭൂമിയിലേക്ക് അയച്ചതാണെന്നും മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വരാഹത്തിൻ്റെ മറ്റൊരു രൂപമാണ് പഞ്ചുരുളി എന്നുമൊക്കെയുള്ള കഥകൾ വന്നത് അങ്ങനെയാണ്. ശിവന്റെ കോപാഗ്നിയിൽ ജനിച്ച ഗണമാണെന്നും ശിവൻ വെള്ളത്തിലേക്ക് എറിഞ്ഞ കല്ലിൽ നിന്നും ഉണ്ടായതാണെന്നും പറയുന്ന കഥകൾ ഗുളികനെക്കുറിച്ച് ഒരുപാടുണ്ട്. ഈ കഥകളെല്ലാം ഹിന്ദു ആചാരവുമായി തുളുനാടിൻ്റെ വായ്മൊഴി ഐതിഹ്യങ്ങൾ കൂടിച്ചേർന്നതിന് ശേഷം വന്നവയാണ്. യഥാർത്ഥ തുളുനാടിൻ്റെ കഥകളിൽ ശിവനെയും പാർവതിയെയും ഈ കഥകളും ഒന്നും കാണാൻ കഴിയില്ല. അവർക്ക് ഒരേയൊരു ദൈവമേ ഉള്ളൂ, ബർമർ. അവരുടെ കഥകളിൽ ലളിതമാണ്. കൃഷിസ്ഥലങ്ങളെയും വിളകളെയും സംരക്ഷിക്കുന്ന കാട്ടുപന്നിയുടെ രൂപമുള്ള പഞ്ചുരുളി. തങ്ങളുടെ നാടിനെ ആക്രമിക്കാനും സ്വന്തമാക്കാനും ആഗ്രഹിച്ചു വരുന്ന ഏതൊരു ശത്രുവിനെയും നിഷ്പ്രയാസം കീഴടക്കാൻ കഴിയുന്ന അതിശക്തനായ അരൂപിയായ ഗുളികൻ. കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1-ൽ കഥയുടെ അവസാന ഭാഗങ്ങൾ അരങ്ങേറുന്നത് കദംബരുടെ പുതിയ ക്ഷേത്രത്തിലേക്ക് ശിവപ്രതിഷ്ഠ നടത്തുവാനായി കാന്താരയിലെ ജനങ്ങളുടെ ദേവഗണത്തെ കദംബരുടെ രാജ്യത്തേക്ക് കൊണ്ടുചെല്ലുന്നതിലൂടെയാണ്. ശിവനും ബർമരും ഒന്നാണെന്ന ആശയമാണ് സത്യത്തിൽ ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഇത് തുളുനാടിൻ്റെ വായ്മൊഴി ഐതിഹ്യങ്ങളിൽ ഒന്ന് മാത്രമാണ്. വ്യത്യസ്തമായ ഐതിഹ്യ കഥകൾ തുളുനാടിൻ്റേതായിട്ടുണ്ട്. ബർമർ ദൈവത്തെ ബ്രഹ്മാവായി കാണുന്ന ഒരു വിഭാഗമുണ്ട്. ഹിന്ദു വിശ്വാസത്തിലെ സൃഷ്ടിയുടെ ദൈവമാണ് ബ്രഹ്മാവ്. ബർമർ, ബ്രഹ്മാവ് 2 പേരുകളും തമ്മിൽ പോലും സാമ്യമുണ്ട്. അതുപോലെ തന്നെ തുളുനാടിൻ്റെ ചിലയിടങ്ങളിൽ സർപ്പാരാധന നടത്തുന്ന വിശ്വാസികളുടെ ദൈവം നാഗബർമർ അല്ലെങ്കിൽ നാഗബ്രഹ്മ എന്നാണ്. ജൈന മതസ്ഥരുടെ സന്ദർശനത്തോടെ തുളുനാടിൻ്റെ ബർമർ ജൈന ബ്രഹ്മാവായി മാറിയതായും പറയപ്പെടുന്നുണ്ട്. സ്വന്തമായി ലിപികളില്ലാത്ത ഭാഷയാണ് തുളു. തുളു ഭാഷ സംസാരിക്കുന്നവരുടെ നാടാണ് തുളുനാട്. തുളു ഭാഷ എഴുതുന്നത് കന്നഡ ലിപി ഉപയോഗിച്ചാണ്. പഴയ മലയാളം ലിപിയിലും തുളു ഭാഷ എഴുതി കണ്ടിട്ടുണ്ട്. തുളുവിൻ്റെ ഐതിഹ്യങ്ങൾ എല്ലാം വാമൊഴികളാണ്. ഓരോ വിഭാഗങ്ങളുടെയും ഐതിഹ്യങ്ങൾ വ്യത്യസ്തമാണ്. നിങ്ങൾ കേട്ടിട്ടുള്ള പഞ്ചുരുളിയുടെയും ഗുളികൻ്റെയും കഥകൾ വിശ്വസിക്കുന്ന, അതിനനുസരിച്ച് ആരാധിക്കുന്ന വിശ്വാസികളുമുണ്ട്. അതുകൊണ്ട് കേട്ട കഥകൾ വ്യത്യസ്തമാണെങ്കിലും അതെല്ലാം തുടങ്ങിയത് ബർമരിൽ നിന്നാണ് എന്നറിയുക. മൂലസ്ഥാനത്തു നിന്നും കിട്ടിയവന് പേര് ബർമ. കാരണം എല്ലാം തുടങ്ങുന്നത് ബർമരിൽ നിന്നാണ്. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.